ഹലോ ഗായ്സ്, എൻ്റെ എല്ലാവർക്കും നമ്മുടെ ലെസ്പേഴ്സ് സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എട്ടാമത്തെ എപ്പിസോഡ് അല്ലേ? അതെ, എട്ടാമത്തെ എപ്പിസോഡ് തന്നെ. നമ്മളിന്ന് ഫുള്ള് ഡയമണ്ട് ആർമർ ആകാൻ പോകുന്നു. എൻ്റെ ലെവലുണ്ടോ 56 ലെവൽ. കാരണം ഞാൻ അവിടെ ചെറിയൊരു ട്രേഡിങ് ഹാൾ സെറ്റപ്പ് ചെയ്തിരുന്നു. അവിടെ കാണിച്ചാൽ അവിടെ ഫാർമർ ഉണ്ട്. ഈ ഫാർമറെ നമുക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ക്യാരറ്റിന് ട്രേഡ് ചെയ്തു ഫാർമർ. നമുക്ക് ഈ ആർമറ് നമുക്ക് ഈ ബൂട്ടും ഈ ചെസ്റ്റ് പ്ലേറ്റും തരും. ഇയാൾ നമുക്ക് പാൻസും ലെഗിൻസും ഹെൽമെറ്റും തരും. ഇയാൾ ടൂൾ സ്മിത്ത് നമുക്ക് ഈ ശവലും പിക്കാക്സും തരും. അതേപോലെ നമ്മുടെ ഇവൻ ഉണ്ടല്ലോ, വേറെ ടൂൾ സ്മിത്ത് നമുക്ക് ആക്സും പിക്കാക്സും തരും. വേറെ ആക്സും വേറെ പിക്കാക്സും തരും. ഇപ്പോൾ ബാക്കിലോട്ട് വെപ്പൺ സ്മിത്ത് നമുക്ക് ആക്സും സോഡും തരും. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം ട്രേഡും ചെയ്തിട്ടില്ല. അവിടെ ഞാൻ വെറുതെ ഇട്ടേക്കാണ്. ഇനി ഇവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടെത്തിക്കണം. അൺബ്രേക്കിംഗ് വെൻഡിങ് ബുക്കൊക്കെ തരുന്ന ആൾക്കാരുണ്ടല്ലോ, ലൈബ്രറിയന്മാർ. അവന്മാരെയൊക്കെ നമുക്ക് അവന്മാരെയൊക്കെ എത്തിക്കണം, സെറ്റാക്കണം നമുക്ക്. ഞങ്ങൾ ട്രാക്ക് ടൂർ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ കളിച്ച ഡേയ്സാണ് 29 ദിവസം ഞാൻ അവിടെ കളിച്ച്. ഇതൊക്കെ പണി തീർക്കാണ്ട് എന്തോ ഒരു നേരം എന്നറിയോ. ഇവിടെ വില്ലേജർമാരെ പിടിക്കണം, ട്രേഡ് ചെയ്യണം. നമ്മുടെ വീറ്റ് ഫാർമർ നെയ്വാർക്കായിരുന്നു. അത് നമ്മുടെ ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയിരുന്നില്ല. വില്ലേജിൽ തന്നെ ക്യാരറ്റ് എടുത്ത് ബീട്രൂട്ടും എടുത്ത് ഒരുപാട് എടുത്തിരുന്നു. ഉണ്ടാവുമാരൊക്കെ ഉണ്ടാവും, മനസ്സിലാവും. യാത്രയൊക്കെ ഇത് മൊത്തം അടച്ചിരണം. അയ്യോ, ഞാനിവിടെ ട്രാക്ക് ഡോർ വെച്ചില്ല. നമുക്ക് നേരെ നമ്മുടെ സീക്രട്ട് ബേസ് ഉണ്ടല്ലോ. പിന്നെ കാണിച്ചരാ. ഞാനുണ്ടല്ലോ എന്താണ് പുതിയ ഇത് വാങ്ങി. ഒരു പിക്ക് ആക്സ് വാങ്ങി, 2 ആക്സ് വാങ്ങി, പിന്നെ ഒരു സോഡിൽ ബാൻ ഓഫ് ആർത്രോപോഡ്സ് ഉണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് മൊത്തറിയില്ലെങ്കിലും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അവിടെ പഴയ ഡ്രീം ഡയറമാർ കൂടെ മാറ്റിച്ചിട്ടുണ്ട്. നമുക്കൊരു ശവലും കൂടി വാങ്ങണം. ശവല് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എമറൽഡ് വേണം. ഞാൻ ഒരുപാട് എമറൽഡ് ഒപ്പിച്ചിരുന്നു. പിന്നെ രാത്രി നേരം കിടന്നുറങ്ങിയിട്ട് പോയാൽ പോരെ. ഇവിടെ ഒരുപാട് ദിവസം ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഞാൻ നേരം വിളിച്ച് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. മൊത്തം ഫുള്ള് പണിയായിരുന്നു ഇവിടെ. അതിനിടെ കുറേ സോംബിയുടെയും ക്രീപ്പറിൻ്റെ ഒക്കെ ശല്യം. ക്രീപ്പർ 2 മാസമൊക്കെ അവിടെ പൊട്ടി. ഞാനവിടെ ഡെപ്റ്റൊക്കെ ഉപയോഗിച്ച് വിളിച്ചിട്ടപ്പോഴാണ് ഇവിടെ ഫുള്ള് സെറ്റായത്. അവിടെ ഞാൻ കാണിച്ചുതരാം. ഇവിടുന്ന് മതിയൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ വെച്ച് ക്രീപ്പർ പൊട്ടി. അതാണ് ഡെറക്കിൻ്റെ ദിവസമൊക്കെ. അങ്ങനെ ഇപ്പം നമുക്ക് എന്താണ് വാങ്ങണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാ നമുക്ക് ശവല വന്നിരുന്ന? ഇവനാണ് ശവല വന്നിരുന്ന? ഇവനാണ് ശവല വന്നിരുന്ന? വന്നന. പിന്നെ നമുക്കൊരു ശവല് വാങ്ങണം. അതേപോലെ തന്നെ ഇവൻ്റെ നമുക്ക് സംഭവങ്ങളൊക്കെ വാങ്ങണം. പിന്നെ നമുക്ക് ഇത് വാങ്ങണം. ഇവൻ്റെ ഇതും വാങ്ങണം. അതിൽ ഇവൻ്റെ ഫ്രഷ് ഡയമണ്ട് ആർമർ ഇത് വാങ്ങണം. സ്വന്തമായിട്ട് മൈൻഡ് ചെയ്തുണ്ടാക്കുന്ന ആർമറിനേക്കാൾ നമുക്ക് വില്ലേജർമാരുടെ കയ്യിൽ നിന്നാണ് ആർമറിനാണ് പ്രത്യേകിച്ചൊരു രസം. കണ്ട ഫുള്ള് ഡയമണ്ട് ആർമർ ആൻഡ് ഫുൾ ഡയമണ്ട് ടൂൾസ് ഫുള്ള് സെറ്റ്. നമ്മൾ ഷീൽഡിലുണ്ട്. നമ്മുടെ സ്റ്റീക്ക് ഇപ്പം ഏതാണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ കഴിയാറായി. നമുക്ക് എന്തായാലും ഒരു മോക്ക് ഫാം ഉണ്ടാക്കണം. പറ്റുമെങ്കിൽ നമ്മൾ ഞാൻ ഓഫ് ചെയ്യാൻ വരുന്നൊരു മോക്ക് ഫാം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാം സെറ്റ്. നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു. എൻ്റെ അധികം എമറൽഡ് ബാക്കിയില്ല. ഞാൻ പിന്നല്ല അവിടുത്തെ ഒബ്സിഡിയൻ മുഴുവൻ കുഴിച്ചെടുത്തു. എവിടത്തെ വേണമെങ്കിൽ കാണിച്ചാൽ ഇവിടെ ഉണ്ട് ഒരുപാട് ഒബ്സിഡിയൻ. ഇവിടെ ഇതല്ല, ഒബ്സിഡിയൻ കിട്ടി. ഈ ക്രൈയിങ് ഒബ്സിഡിയൻ കിട്ടി. അവിടുത്തെ ഞാൻ പോർട്ടൽ ഫുള്ള് കുഴിച്ചെടുത്തു. അപ്പോൾ എനിക്ക് അടിയിൽ നിന്ന് ഈ ഗോൾഡും കിട്ടി. ഗോൾഡ് നമുക്ക് എന്താ ആവശ്യമുണ്ട്? നമുക്കുണ്ടല്ല ഇത് വാങ്ങിയാലോ, എന്താ പറയുക, എന്താ പറയുക, ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇനി ഗോൾഡൻ ക്യാരറ്റ് തിന്നു നോക്കാൻ പറ്റും. നോക്കാം. ഓഫ് ക്യാമറ ഇടുന്നുണ്ടല്ലോ. ഒരുപാട് നേരം ഗ്രൈൻഡ് വെപ്പിച്ചിട്ട് ഒരുപാട് അടുത്ത പീസ് നോക്കിക്കോ. ഞാൻ റിച്ച് ഫസ്റ്റത്തെ ഗോൾഡൻ ക്യാരറ്റ് 2, 3, 9 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അവിടെ എമറൽഡ് എടുത്തോട്ടെ. എമറൽഡ് എടുത്തിട്ട് വീട്ടിനുള്ളിൽ നമുക്ക് ഇത് സ്റ്റീക്ക് ഉണ്ട്.
ഇതിൻ്റെ ആവശ്യം പറഞ്ഞ എന്തൊക്കെ നോക്കാം. ഹെൽമെറ്റ് റെസ്പിറേഷൻ നന്നായി. ഈ ഗ്ലാസ് പ്രൊട്ടക്ഷൻ, ത്രോൺസ് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെയില്ല, അക്യൂസിനിറ്റി ഇതൊക്കെ വേണമല്ലോ. സോൾ സ്പീഡ്, സ്വിഫ്റ്റ് സ്നീക്ക് കുറച്ച് നമ്മളൊക്കെ വേണം. നെതറിൽ പോയിട്ടും സെൻറ്റിമാർക്ക് ബാറ്റർ ചെയ്തിട്ടും ബാറിനെ കൊണ്ടൊക്കെ വേണം ഒപ്പിക്കാൻ. അതൊക്കെ ഏഷ്യൻ സിറ്റി കണ്ടുപിടിക്കണം. പക്ഷെ ഞാൻ ഈ സീരീസിൽ ഏഷ്യൻ സിറ്റി കണ്ടുപിടിക്കൂല. അപ്പോൾ ഇന്നത്തെ കൂടെ എല്ലാം സെറ്റ് ഗോൾഡൻ കാറ്റ് തിന്നഞ്ചര വയറ് നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ചില